ജനുവരി 11 വിശുദ്ധ തിയോഡിയസ് അബോട്ട്. AD 423 ഒരു ഭക്തകുടുംബത്തിൽ ജനിച്ച തിയോഡിയസ് ചെറുപ്പത്തിൽ തന്നെ പഠനം ആരംഭിച്ചു. കൗമാരപ്രായത്തിൽ തന്നെ പ്രഭാഷകനായി. ദൈവത്തെ ശരിയായി അനുഗമിക്കുന്നതിനായി അബ്രാഹത്തിന്റെ മാതൃക അവനെ വീട് വിട്ടു പോകുവാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം അന്ത്യോക്യയിൽ വെച്ച് വിശുദ്ധ ശിമയോൻ സ്റ്റൈലിച്ചിനെ കണ്ടുമുട്ടി. ശിമയോൻ അദ്ദേഹത്തെ ഒരു വിശുദ്ധനും നേതാവുമായി അംഗീകരിക്കുകയും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും ഉപദേശത്തിനുമായി തിയോഡീഷ്യസിനെ തൻ്റെ സ്തംഭത്തിലേക്ക് ക്ഷണിച്ചു. പിന്നീട് അദ്ദേഹം ജെറുസലേമിലേക്ക് യാത്ര ചെയ്തു. അവിടെ അദ്ദേഹം വിശുദ്ധ ലോഞ്ചിനസിനൊപ്പം പ്രവർത്തിച്ചതായി ഐതിഹ്യം പറയുന്നു. അക്കാലത്ത് അദ്ദേഹത്തിന് ഏകദേശം 50 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ബെത്ലഹേമിനടുത്തുള്ള ഒരു ചെറിയ പള്ളിയുടെ ചുമതല അദ്ദേഹത്തിന് ലഭിച്ചു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സമയം അധികനാൾ നീണ്ടുനിന്നില്ല. പുരുഷന്മാരുടെ ബഹുമാനത്തിൽ നിന്ന് വരുന്ന മായയെ ഭയന്ന് ആരാധകരുടെ കൂട്ടത്തോടൊപ്പം ഏകാന്തതയിൽ ജീവിക്കാൻ കഴിയാതെ അദ്ദേഹം യഹൂദയിലെ മരുഭൂമിയിൽ ഒരു ഗുഹയിലേക്ക് വിരമിച്ചു. അവിടെ അദ്ദേഹം ഒരു സന്യാസി ജീവിതം നയിച്ചു. അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള വാക്കുകൾ ശിഷ്യന്മാരെ ആകർഷിക്കാൻ തുടങ്ങി. തിയോഡിയസ് അവരെ പാർപ്പിക്കാൻ കാറ്റ്മസിൽ ഒരു ആശ്രമം പണിതു. ഗ്രീക്കുകാർക്കും അർമേനിയക്കാർക്കും പേർഷ്യക്കാർക്കും വേണ്ടിയുള്ള വിഭാഗങ്ങൾ പണിയേണ്ടി വന്നതിനാൽ അവരെല്ലാം സന്തോഷത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആശ്രമത്തിനോട് ചേർന്ന് അദ്ദേഹം രോഗികൾക്കായി ഒരു ആശുപത്രിയും പ്രായമായവർക്ക് ഒരു ഹോസ്പിറ്റലും ഒരു മാനസിക ആശുപത്രിയും നിർമ്മിച്ചു. അദ്ദേഹം വിശുദ്ധ സബാസിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായി തീർന്നു. പിന്നീട് ജെറുസലേമിൻ്റെ ഗോത്രപിതാവായ പാലസ്തീനിലെ എല്ലാ സെനോബിറ്റിക്കൽ സമൂഹങ്ങളുടെയും സന്ദർശകനായി നിയമിക്കപ്പെട്ടു. യൂട്ടിച്ചിയനിസവും മൊണോഫിസിറ്റിസവും ഉൾപ്പെടെയുള്ള പാഷണ്ഡതകളെ അദ്ദേഹം എതിർത്തു. യൂട്ടിച്ചിയനിസത്തിൻ്റെ പിന്തുണക്കാരനായ അനസ്താറ്റിയസ് ചക്രവർത്തി ഒരിക്കൽ തിയോഡിയസിനെ ഒരു വലിയ കൈക്കൂലി അയച്ചു, സ്വാധീനമുള്ള സന്യാസിയെ തൻ്റെ ചിന്തയിലേക്ക് നയിക്കാമെന്ന പ്രതീക്ഷയിൽ. എന്നിരുന്നാലും തിയോഡിയസ് പണം പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയും പാഷണ്ഡതകൾക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ യാഥാസ്ഥിതിക വീക്ഷണങ്ങൾ കാരണം 1513 അനസ്താറ്റിയസ് അദ്ദേഹത്തെ തൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്നാൽ താമസിയാതെ അദ്ദേഹം ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കീഴിൽ തൻ്റെ ചുമതലകൾ പുനരാരംഭിച്ചു. തൻ്റെ ആരോഗ്യം മാറുന്നതുവരെ അദ്ദേഹം ജോലി തുടർന്നു. ബാക്കി സമയം തൻ്റെ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. 105-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു.